ഹായ്, ഇതൊരു സെയിൽ വീഡിയോ ആണ്. ഈ 10 മണി 2 കട്ടിങ്സിന് 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഈ നീല ബ്ലൂ കളറിലെ ഫ്ലവറിന് റൂട്ടർ പ്ലാന്റ് ഉണ്ട്, 40 രൂപയാണ്. ഇതിന് വിഷ്ണുക്രാന്തി എന്നൊക്കെയാണ് പേര് പറയുന്നത്. ബ്ലൂ ഡേയ്സ് എന്നൊക്കെ പേര് പറയും അതിന്. ഈ വിങ്കൻ്റെ നല്ല ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കാനുണ്ട്, 20 രൂപയാണ്. റൂട്ടറായിട്ടുള്ള പ്ലാന്റ്സാണ് ഫ്ലവർ വന്നത്. പിന്നെയുള്ള ചൈനീസ് ബാൾസാണ്. ചൈനീസ് ബാൾസിൻ്റെ കട്ടിങ്സ് 10 രൂപയാണ്. ചൈനീസ് ബാൾസ് ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇനി കുറച്ചും കൂടി ഉള്ളതാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ചൈനീസ് ബാൾസൊക്കെ നമ്മൾ കട്ടിങ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും സാധാരണ മണ്ണിൽ മാത്രം പിടിപ്പിച്ചാൽ മതി. ഒരുപാട് വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വളങ്ങളൊക്കെ ഇടുമ്പോൾ അത് ചീഞ്ഞു പോകുള്ളൂ അടിഭാഗം. അപ്പോൾ സാധാരണ മണ്ണിൽ വെച്ച് പിടിപ്പിച്ചിട്ട് തണലത്ത് വെക്കുക. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണലത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു വാടിയിട്ട് തളർന്ന് കിടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല നിവർന്ന് നിന്നോളും. കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട്, ഇതും 10 രൂപയാണ്. ഇതിൻ്റെ കട്ടിങ്സും 10 രൂപയാണ്. വെള്ളം നന്നായിട്ട് ചെറുതായിട്ട് തളിച്ച് കൊടുത്താൽ മതി, പിടിച്ച് കിട്ടുന്നവരെ. ഒരുപാട് കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ച് കിട്ടില്ല. അങ്ങനെ ശ്രദ്ധിച്ചാൽ തണലത്ത് വെക്കുക, അങ്ങനെ ചെയ്യണം. ഇത് ഓറഞ്ചാണ് കളറ്. ഈ ഓറഞ്ചിൻ്റെ കട്ടിങ്സും ഉണ്ട്. പിന്നെയുള്ളത് ഈ പീച്ച് കളറാണ്. ഇപ്പോൾ ഈ 5 ചൈനീസ് ബാൾസാണ് ഇപ്പോൾ ഇനി എടുക്കാനുള്ളൂ കട്ടിങ്സ്. ഇത് 10 രൂപ വെച്ചിട്ടാണ് എല്ലാ ചൈനീസ് ബാൾസിനും എടുക്കുന്നത്. ഇത് മജന്ത പോലത്തെ ഒരു കളറാണ്, അതിൽ വെള്ള കുത്തൊക്കെ ആയിട്ടുണ്ടാവും. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റൊക്കെ ആയിട്ട് വളർത്താൻ പറ്റും. ഇതിൻ്റെ റൂട്ടർ പ്ലാന്റാണ് ഉള്ളത്, 30 രൂപയാണ് റൂട്ടർ പ്ലാന്റിന്. നല്ല മജന്ത കളറായിട്ടുള്ള ഫ്ലവറാണ് ഉണ്ടാവുക. ഒരുപാട് അങ്ങോട്ട് നീളത്തിൽ പോകുന്നില്ല. ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർത്തിക്കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ കിട്ടും. ഈ എപ്പിഷ പ്ലാന്റിൻ്റെ റൂട്ടർ പ്ലാന്റ്സ് ഉണ്ട്, നല്ല വലിയ റൂട്ടർ പ്ലാന്റ്സ് ഉണ്ട്. 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എപ്പിഷ പ്ലാന്റ്സിനൊക്കെ നമുക്ക് വേഗം തണ്ടുകൾ വെച്ച് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ്സാണിത്. ഈ പ്ലാന്റ്സൊക്കെ കിട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മൾ തണലത്താണ് വെച്ച് കൊടുക്കേണ്ടത്, പിടിപ്പിക്കേണ്ടതൊക്കെ. ഇതിൻ്റെ റൂട്ടറായിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചുള്ളൂ. എപ്പീഷ്യയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് കണ്ടിട്ട് എല്ലാം കുറച്ച് സ്റ്റോക്കാണ് ഉള്ളൂ ചെടികളൊക്കെ. ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത്. ഇത് കട്ടിങ്സ് ഉണ്ട്, 2 കട്ടിങ്സിന് 10 രൂപയായിട്ടാണ് കൊടുക്കുക. ഈ 10 മണിയൊക്കെ ഇതിൽ കാണിക്കണേ കൊടുക്കാനുള്ളൂ ഇപ്പോൾ. പിന്നെയുള്ള ഈ വയലറ്റ് തെച്ചി എന്ന് പറയുന്ന ചെടിയാണ്. ഇത് റൂട്ടർ പ്ലാന്റാണ് ഉള്ളത്, 30 രൂപയാണ്. റൂട്ടറായിട്ട് വെച്ചിട്ടുള്ളതാണ്. നന്നായി ഫ്ലവർ വരുന്നുണ്ട് വെയിലുള്ള സമയത്തൊക്കെ. നല്ല വെയിലത്ത് വെച്ച് പിടിപ്പിച്ചാൽ മതി. പിന്നെ ഈ വെള്ള ക്രീപ്പിംഗ് പ്ലാന്റ് ഉണ്ട്. ഇതിൽ ഫ്ലവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ നന്നായി ഫ്ലവർ നിൽക്കും, വാടുന്നില്ല പെട്ടെന്ന്. ഇതിൻ്റെ റൂട്ടറായിട്ടുള്ള പ്ലാന്റിന് 50 രൂപയ്ക്കാണ് കൊടുക്കുക. ഇത് മോർണിംഗ് ഗ്ലോറി പോലെയൊന്നുമല്ല, വേഗം വാടൊന്നുമില്ല. രാവിലെ വരുന്നതിന് വൈകുന്നേരം വരെ നിൽക്കും, ഒരു പിറ്റേ ദിവസം നിൽക്കാറുണ്ട്. ഇതുപോലെ ചെറിയ ചട്ടിയിലൊക്കെ ഹാങ്ങിങ് ആയിട്ട് പിടിപ്പിക്കുക, അല്ലെങ്കിൽ വള്ളി കയറ്റി വിടുകയൊക്കെ ചെയ്യുക. ഇതൊരു വൈൽഡ് പെറ്റൂണിയ പറഞ്ഞ സാധാരണ അങ്ങനെ ഉള്ളൊരു ചെടിയാണ്. ഇത് വൈറ്റ് കളറാണ്. ഇത് 30 രൂപയാണ്. റൂട്ടർ പ്ലാന്റ് ഉണ്ട്, 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എപ്പോഴും ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണ്. വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ കിട്ടും. ഈ ഓറഞ്ച് കളറുള്ള ഈ ചെടിയുണ്ട്, ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റും. ഇത് 50 രൂപയ്ക്കാണ് റൂട്ടർ പ്ലാന്റ് കൊടുക്കുന്നത്. റൂട്ടറിലാണ് എല്ലാതും. വേഗം ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ്. അത്യാവശ്യം വെയിലത്ത് വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണിത്. നമ്മൾ കിട്ടി കഴിയുമ്പോൾ തണലിൽ തന്നെ വെക്കണം. എന്നിട്ട് നല്ല തളിരൊക്കെ വന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ പിടിച്ച് കിട്ടുന്ന ഉറപ്പായി കഴിഞ്ഞ ശേഷം നല്ല വെയിലത്തേക്ക് മാറ്റാം. ഉച്ചവരെ വെയിലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് വെച്ചാൽ നന്നായി ഫ്ലവർ കിട്ടും. DTDC വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുക. ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത്. കൊറിയർ ചാർജ് വേറെ വരും. പിന്നെ പർപ്പിളിൻ്റെ ഈ കളറിൽ കട്ടിങ്സ് 15 രൂപയാണ്.